പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് കിരണിനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങുകയാണ്, ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല, അവരോട് തറ വേലകൾ കാണിച്ചിട്ട് തന്നെ പ്രതികാരം ചെയ്യാൻ കഴിയുകയുള്ളൂ, അല്ലാതെ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞങ്ങളും അവിടെയുണ്ടല്ലോ, എന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ചോർത്തിയെടുക്കാൻ നോക്കാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഡേവിഡ് സാറുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധമാണുള്ളത്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ എളുപ്പം സാധിക്കും. പിന്നെ കല്യാണിയും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ ഡിസൈനിങ്ങൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കണം എന്നുള്ള തീരുമാനം അവരെടുക്കുകയാണ്. അതേസമയം നമ്മുടെ ദേവയാനി ആവട്ടെ അബിക്കിട്ട് നല്ലോണം പണി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചന്തുമോളുമായിട്ട് പുറത്തു പോയിട്ട് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞതനുസരിച്ചിട്ട് ചന്തുമോളുമായിട്ട് അബി പുറത്തോട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നവ്യ പിന്നിൽ നിന്നും വിളിക്കുന്നത് അബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കേൾക്കാത്ത മട്ടിൽ ഇനി അവളോട് എന്ത് പറയുമെന്ന് ആലോചിച്ച് പിടികൊടുക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ പോയ ശേഷം നവ്യയാണെങ്കിൽ ആ ഒരു കലിപ്പിൽ, താൻ വിളിച്ചത് കേൾക്കാതെ തിരിഞ്ഞു നോക്കാതെ പോയ ഒരു കലിപ്പിൽ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ചിട്ട് നമ്മുടെ നവ്യ ജലജയോട് പറയുകയും ജലജ പറയുന്നുണ്ട്, അവൻ എന്താണ് പോയത് എന്നറിയില്ല, ചിലപ്പോൾ താഴെയുള്ളവളുണ്ടല്ലോ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അബിക്ക് തൻ്റെ അഭിപ്രായം പറയാലോ, അവളെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നുള്ളത് പറയാലോ, ഇനി മറ്റുള്ളവർ പറയുന്നത് പോലെ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലെങ്കിൽ ഇനി അവൻ്റേതാണോ, അല്ലെങ്കിൽ ഇവിടെ ഒരു സംസാരമുണ്ട്, അബിയുടെ ഒരു മുഖച്ഛായം ഉണ്ട് എന്നുള്ളത് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം നവ്യയുടെ വായിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ സമയത്ത് മോൾ എന്തൊക്കെയായി പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലം അതൊക്കെ ഇതിലേക്ക് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നവ്യയുടെ ആ ഒരു ചിന്ത അതിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ നവ്യ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ ജലജ ദേവയാനിയോട് ഇക്കാര്യത്തെക്കുറിച്ച് പോയി പറയുകയും എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെയാണോ നിങ്ങൾക്ക് തരേണ്ട ബുദ്ധിമുട്ട്, ഞാൻ ഇതൊന്നുമല്ല പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇതിനേക്കാളും വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിക്ക് നിൻ്റെ മകൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പിന്നെ എൻ്റെ മകനും അതിൽ കിടന്ന് ഉഴലുകയാണ്, നിൻ്റെ മകൻ ചെയ്ത തെറ്റുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നത് എൻ്റെ മകനാണ്, അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ, ഞാൻ പറഞ്ഞതിന് അനുസരിച്ച് ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഞാനെല്ലാം അവളോട് പറയും, അതോടെ തീരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ അബി ചന്തുമോളുമായിട്ട് പുറത്തു പോയിട്ട് തിരിച്ച് വരുന്നത്. ആ സമയത്ത് ചന്തുമോൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അതിട്ടുകൊണ്ടാണ് ചന്തുമോൾ വന്നിരുന്നത്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും ജലജ ചന്തുമോളെ എടുത്ത് സോപ്പിടാൻ വേണ്ടിയിട്ട് ദേവയാനിയുടെ മുമ്പിൽ വച്ചിട്ട് സോപ്പിടാൻ വേണ്ടിയിട്ട് ചന്തുമോളെ എടുത്ത് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അബിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും തണുപ്പിച്ചിട്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ പേടിച്ചുകൊണ്ടാണ് അബി നവ്യയുടെ അടുത്തോട്ട് പോകുന്നത്. പോകുന്ന സമയത്താണെങ്കിൽ നവ്യ ദേഷ്യം പിടിച്ച് നിൽക്കുകയും ചന്തുമോളെ പുറത്ത് കൊണ്ടുപോയി സാധനം വാങ്ങിച്ചു കൊടുത്തതും അവളെ കൂട്ടി പുറത്ത് പോയതിനൊക്കെ നവ്യ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു സംശയം, നിൻ്റെ കുഞ്ഞെങ്ങാനും ആണോ എന്നുള്ള ആ ഒരു സംശയം നവ്യ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര കള്ളത്തരമൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ ഇവർക്കിട്ടുള്ള പണികളൊക്കെ ദേവയാനി തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയമാവട്ടെ നമ്മുടെ നയനയും ആദർശും ആൻ ജ്വല്ലറിയിലോട്ടുള്ള ആ ഒരു കാൽവെപ്പിന് തുടക്കം കുറിക്കുകയാണ്. ആദർശിനെ മാറ്റി ഒരുക്കി ഒരു സിക്കുകാരൻ്റെ വേഷത്തിൽ അണിയിച്ചൊരുക്കുന്നത് നയനയാണ്. ആ ഒരു സമയത്ത് നയന പറയുന്നുണ്ട്, അവിടെയുള്ളവരൊന്നും പൊട്ടന്മാരല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കളിക്കണം, നമ്മൾ അറിയാതെ ഇത്രയും കാര്യം നമുക്കെതിരായിട്ട് ചെയ്തിട്ട് നമ്മുടെ അനന്തപുരി തറവാടിനെയും നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയെയും തകർത്തെറിഞ്ഞ അവർ ഭയങ്കര ബുദ്ധിമാന്മാർ തന്നെയായിരിക്കും, അതിനെക്കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കളിക്കാൻ ആദർശേട്ടാ, ഒരു പിടിയും അവർക്ക് കിട്ടാൻ പാടില്ല, വേഷത്തിൽ പോലും ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അവിടെ കാണിക്കാൻ പോകുന്ന പെർഫോമൻസിൽ അവർക്കൊരു സംശയം തോന്നില്ല, അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് 100% ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ കാര്യം നേടിയിട്ടേ, ഞാൻ വിചാരിച്ച കാര്യം സാധിച്ചിട്ടേ ഇനി ഈ ഒരു വേഷത്തിൽ നിന്ന് പിന്മാറുകയും ആൻ ജ്വല്ലറിയിൽ നിന്ന് തിരിച്ചു വരികയുമുള്ളൂ എന്നുള്ള ഒരു തീരുമാനം നയനയെ അറിയിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ഞാൻ 2 തവണയാണ് അവർക്ക് മുമ്പിൽ തോറ്റിട്ടുള്ളത്, ഒന്ന് ദുബായിലും അതുപോലെ ഇപ്പോൾ ബോംബെയിൽ പോയ സമയത്തും, ആ ഒരു 2 സമയത്തെ അനുഭവങ്ങളും ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഇപ്പോഴും അതിൽ നെഞ്ചിൽ തീയായിട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ച് ഞാൻ കൈകാര്യം ചെയ്യുകയുള്ളൂ, വളരെ സൂക്ഷിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും നീക്കം ചെയ്യുകയുള്ളൂ എന്നുള്ളതും കൂടെ ആദർശ് നയനയോട് പറയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ട, ഒരു സിക്കുകാരൻ്റെ വേഷത്തിലാണ് പോകുന്നത്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഹിന്ദിയിൽ വേണ്ടേ സംസാരിക്കാൻ, ആദർശ്
ആദർശേട്ടന് ഹിന്ദി വല്ല വശവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഹിന്ദിയൊന്നും വശമില്ല. പിന്നെ ഞാൻ അവിടെ ചെന്ന് കയറുന്ന സമയത്ത് തന്നെ കേരളവുമായിട്ട് എനിക്ക് 10-30 വർഷം പരിചയമുണ്ട്. 10-30 വർഷമായി ഞാൻ കേരളത്തിൽ വന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ മലയാളം സംസാരിച്ചാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹിന്ദിയുടെ ചൊവ അങ്ങോട്ട് എടുത്തിടും. അപ്പോൾ പിന്നെ അവർക്ക് ചെറിയൊരു സംശയം പോലും അവരുടെ മനസ്സിലേക്ക് വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആഹാ അപ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്, എല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയന. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, എല്ലാ കണക്ക് കൂട്ടലുകളും കൂട്ടിയും കിഴച്ചുമാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ കാല് കുത്തുന്ന സമയത്ത് എൻ്റെ കണ്ണുകൾ അന്വേഷണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഓഫർ ഞാൻ കൊടുക്കുകയും വലിയൊരു ഡീൽ ഉറപ്പിക്കാനാണ് വരുന്നത് എന്നുള്ള ഒരു വിശ്വാസം ഞാൻ പിടിച്ചു പറ്റുകയും ചെയ്യും.